മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, നമ്മളെ കർത്താവ് സമാധാനം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് കണ്ടിരിക്കുകയാണ്. നമ്മൾ യഥാർത്ഥമായും സമാധാനം നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലല്ല, നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, അസമാധാനം സൃഷ്ടിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, സമാധാനം സൃഷ്ടിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. യേശുക്രിസ്തു ആരുടെ ഹൃദയത്തിലുണ്ടോ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുയേശുവിലുള്ള മനോഭാവമുണ്ട്. യേശു ആരുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ ക്രിസ്തുയേശുള്ള മനോഭാവമില്ല. ക്രിസ്തുയേശു മറ്റുള്ളവരെ ഏത് നിലയിൽ കാണുന്നു ആ കാഴ്ചപ്പാടല്ല, ആ മനോഭാവങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയണം. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ നമ്മൾ രൂക്ഷമായി കാണുമ്പോൾ, നാം അതിൻ്റെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഭീകരമായൊരു അന്തരീക്ഷമായി കാണുമ്പോൾ, സ്വാഭാവികമായും നമ്മുടെ സമാധാനത്തിന് അന്തരീക്ഷം നഷ്ടപ്പെടും. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് താണിരുന്ന് ആ പ്രശ്നത്തെ, ആ പ്രതിസന്ധിയെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് വലിയവനാകുന്ന കർത്താവിനാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം വിടുതലും ആശ്വാസവും ദൈവപ്രവൃത്തിയും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളിൽ ദിവ്യമായ സമാധാനം ഉണ്ടാകുവാനിടയായിത്തീരും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ വ്യക്തിപരമായ തകരാറാണെന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? പാപത്തിൻ്റെതായ ഏറ്റക്കുറച്ച് അനുസരിച്ച് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടും. പാപം അത് ഗുരുതരമായ പാപമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഗൗരവമായ പാപമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ സന്നിധി നമ്മുടെ ഹൃദയം അത്രമാത്രം അകലുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് എത്രമാത്രം അകലുന്നു എന്ന് മനസ്സിലാക്കാം. നാം കർത്താവിൻ്റെ വഴിയിൽ നിന്ന് എത്രമാത്രം വ്യതിചലിച്ചു എന്ന് മനസ്സിലാക്കാം. അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്നത് സമാധാനമില്ലായ്മ, സ്വസ്ഥതയില്ലായ്മ, സന്തോഷമില്ലായ്മ, എപ്പോഴും മനസ്സിനകത്ത് അസന്തുലിതാവസ്ഥയുടെ അവസ്ഥ. അവിടെ നമ്മുടെ ജീവിതത്തിൽ ആ പാപങ്ങളോടെ, ആ ഗുരുതരമായ പാപങ്ങളോടെ, ആ ഗൗരവമായ പാപങ്ങളോട് വിട പറയാനും ഉപേക്ഷിക്കാനും അതിൽ നിന്ന് അകന്നു നിൽക്കുവാനും കഴിയുമെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ക്രമീകരണം പാലിക്കാൻ കഴിയുമെങ്കിൽ, അവിടെ എന്തുണ്ടാകും? ജീവിതത്തിൽ സമാധാനം ഏറ്റെടുക്കുവാൻ, കർത്താവിന് സമാധാനം അനുഭവിക്കുവാൻ കഴിയും. പലപ്പോഴും ഓരോ ദൈവന്റെ ജീവിതത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്നതിനകത്തെ ഒരു പ്രധാന കാരണം അവരിൽ വസിക്കുന്ന പാപമാണ്. അവരുടെ ജീവിതത്തിൽ മറ്റാരും അറിയാതെ അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാപങ്ങളാണ്. അതുകൊണ്ട് കേസ് കർത്താവ് വ്യക്തി ജീവിതത്തിന് അകലുന്നു. ആ പാപത്തെ ജയിക്കുവാനുള്ള ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഇല്ലാതെ പോകുന്നു. ദൈവവചനത്തിൻ്റെതായ ഇടപെടൽ നമ്മുടെ ഹൃദയത്തിൽ കുറഞ്ഞു പോകുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്. അത് ദോഷത്തിന് കേതുവാകുകയുള്ളൂ. പലരിലും കോപം ഏറ്റക്കുറച്ചിലുണ്ടെന്നുള്ളതേ ഉള്ളൂ. പലരിലും വലിയ ക്രോധമായി മാറാറുണ്ട്, കോപമായി മാറാറുണ്ട്. ചിലരാണ് പെട്ടെന്ന് കോപം വരും, അങ്ങ് ശമിക്കും. എന്നാൽ ഈ ക്രോധമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുമൂലം ചെയ്യുന്നതായ അരുതാത്തതായ പെരുമാറ്റം, പ്രവൃത്തി, സ്വഭാവമാറ്റം
ഒന്ന് വേറെ തന്നെ. അത് നമ്മുടെ ജീവിതത്തിൽ ഗുണത്തിനേക്കാളേറെ ദോഷം സൃഷ്ടിക്കും. സമാധാനത്തിൻ്റെ അന്തരീക്ഷം കുടുംബത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും നമ്മൾ അഭികരിക്കുന്നവരിലായാലും സമാധാനത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ ഇവിടെ ഒരു ദൈവജനം എന്ന നിലയിൽ ഞാൻ എങ്ങനെയായിരിക്കണം, എപ്രകാരമായിരിക്കണമെന്ന് തിരിച്ചറിയണം. മറ്റുള്ളവരുടെ ക്രോധത്തിന് മുമ്പിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മനസ്സ്, ദൈവത്തിനെ, നിന്റെ മനസ്സ് സമാധാനത്തോടും സംയമനത്തോടും സഹിഷ്ണുതയോടും കൂടി ആയിരിക്കണം. നിന്നോട് കോപത്തോടെ എഴുതിടുന്ന ആളിൻ്റെതായ മാനസികാവസ്ഥ, അവരിൽ ഞാൻ എന്തുമാത്രം വ്യത്യസ്തനാണെന്നുള്ള എന്നെക്കുറിച്ചുള്ള അല്ലെങ്കിൽ താങ്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നിടത്താണ് ആ ക്രോധത്തിന് മുമ്പിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും സംയമനം പാലിക്കുവാനും കഴിയുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ നാടുകൾ നമ്മുടെ കുടുംബാന്തരീക്ഷം എങ്ങനെയുണ്ട്? കുടുംബാന്തരീക്ഷം സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷമാണോ? സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമാണോ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, മക്കളും മാതാപിതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിനകത്ത് എത്രമാത്രം പ്രയാസ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അവിടെ എന്തു വേണം? അത് കൂട്ടായി നിന്ന് ഒരുമിച്ച് നിന്ന് സമാധാനത്തോടും ശാന്തതയോടും വിവേകത്തോടും കൂടെ പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളെ പറഞ്ഞു തീർത്ത് പരിഹരിക്കേണ്ട വിഷയങ്ങളെ അവിടെ സമാധാനത്തോടും സ്നേഹത്തോടും കരുണയോടും ആർദ്രതയോടും പറഞ്ഞു തീർത്ത് ഒരു ക്രമീകരണമുണ്ടായി കർത്താവിൻ്റെ സനി എല്ലാവരും ഒരുമിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചു ഒരുമനപ്പെടുമെങ്കിൽ മാത്രമേ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുടെ അന്തരീക്ഷവും സമാധാനത്തിൻ്റെ അന്തരീക്ഷവും ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനേക ദാമ്പത്യ ജീവിതങ്ങൾ വേർപിരിയുന്നതിനകത്തെ കാര്യം പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, പരസ്പരമുള്ള സ്നേഹം നഷ്ടപ്പെട്ട് ഒത്തൊരുമയുടെ അന്തരീക്ഷം വിഘടിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? വിവാഹബന്ധം വേർപെടുന്നത്. പരസ്പരം അന്യോന്യം വിശ്വാസം നഷ്ടപ്പെടാതെ, സ്നേഹം നഷ്ടപ്പെടാതെ, ഒത്തൊരുമ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളെ തിരുത്തി ക്രമീകരണം പാലിപ്പിച്ച് ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ എന്തായി മാറുകയുള്ളൂ? സമാധാനം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക്, സമാധാനം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക്, അതേ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന പദവിയിലേക്ക് മാറ്റപ്പെടുകയുള്ളൂ. നമ്മുടെ കുടുംബജീവിതം മറ്റു മുമ്പാകെ കൂത്തുകാഴ്ചയായി മാറാതിരിപ്പാൻ ഏവരും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം. സ്തോത്രം. ഒരു കുടുംബം അത് അനുഗ്രഹിക്കപ്പെടുമ്പോൾ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലും സ്വസ്ഥതയുടെ അന്തരീക്ഷത്തിലും ആത്മാവിൻ്റെ സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിലും മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കുടുംബം ചെന്ന് ആരാധിക്കുന്ന സഭയിൽ അതിൻ്റെതായ ആജ്ഞചലനങ്ങളും ദൈവപ്രവൃത്തിയും ദൈവമഹത്വവും വെളിപ്പെടുവാനിടയായിത്തീരും. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധിക്കുന്ന സഭയിൽ എന്തു വേണം? പരസ്പരം അതേ ഒരുവനേക്കാൾ ഒരുവനെ ശ്രേഷ്ഠനെന്നെണ്ണി പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും സഹകരിച്ചും നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് ദിവ്യ സമാധാനവും സന്തോഷവും അതേ ദൈവത്തിൻ്റെ പ്രവൃത്തിയും വെളിപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. അതേ കൊരിന്ത് ലേഖനത്തിൽ പറഞ്ഞ പോലെ ഒരുവൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഒരു കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഒരു അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഒരു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പക്ഷം തിരിയുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ഒരു നാളും അവിടെ എന്തുണ്ടാവത്തില്ല? സമാധാനത്തിൻ്റെ അന്തരീക്ഷം, സ്വസ്ഥതയുടെ അന്തരീക്ഷം, പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടേണ്ട ദൈവസാന്നിധ്യ അന്തരീക്ഷം വെളിപ്പെടത്തില്ല. അവിടെ എന്ത് വേണം? ഒരു ക്രമീകരണം ആവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ ആഹാരം ഉണ്ടാക്കുന്ന അടുപ്പ് ഇന്നുണ്ട് ഗ്യാസ് കൊണ്ടുള്ള അടുപ്പുണ്ട്. പണ്ടത്തെ കാര്യം ഇപ്പോഴും കല്ലുകൊണ്ടുള്ള അടുപ്പുള്ള വീടുകൾ കാണും ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ 3 കല്ല് മൂന്നിടത്തായാൽ എങ്ങനെ ഇരിക്കും? അത് മൂന്നും ഇരിക്കേണ്ട പോയിന്റിൽ 3 കല്ലും ഒരുമിച്ച് ഇരുന്നെങ്കിൽ മാത്രമേ അതിനകത്തൊരു പാത്രം വെച്ച് അതിനകത്ത് വേവിക്കേണ്ട സാധനങ്ങൾ ഇട്ട് വേവിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഒരു സഭയുടെ ആയാലും അന്തരീക്ഷം അങ്ങനെ എല്ലാവരും അതേ കർത്താവിൻ്റെ മക്കൾ, കർത്താവിൻ്റെ ദാസൻ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അടുപ്പ് പോലെ
അതേ തങ്ങളുടെ അവിടുന്ന് ശുശ്രൂഷ നടക്കത്തക്ക രീതിയിൽ, അവിടെ ആത്മീയാരാ നടക്കത്തക്ക രീതിയിൽ, അവിടെ പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷം വെളിപ്പെടുന്നതിൽ ആയിത്തീർന്നെങ്കിൽ മാത്രമേ അവിടെ നടക്കേണ്ട ദൈവപ്രവൃത്തി വെളിപ്പെടൂ, ദിവ്യ സന്തോഷവും സമാധാനം വെളിപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ സമൂഹത്തിൻ്റെതായ ഈ കാലഘട്ടത്തിലെ പോക്ക് അസ്വസ്ഥതയുടെയും അസമാധാനത്തിൻ്റെയും അവസ്ഥയാണ്. മദ്യപാന മുഖാന്തരം, അതേ ലഹരി പദാർത്ഥങ്ങൾ മുഖാന്തരം, അതേ മറ്റു വിധമാകുന്ന ദുർമാർഗങ്ങൾ മുഖാന്തരം, കൂട്ടുകെട്ടുകൾ മുഖാന്തരം ഏതെല്ലാം കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നു, സമൂഹത്തിൽ എന്തുമാത്രം അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു. ഇതിനകത്ത് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് സമാധാന സുവിശേഷനായത്വം കാലിന് ചെരുപ്പാക്കി അവരുടെ ഇടയിലേക്ക് ചെന്ന് യേശു ക്രിസ്തുവിനുള്ള മനോഭാവത്തോടുകൂടെ, യേശു ക്രിസ്തു താൻ്റെ ആയിരുന്ന കാലത്ത് താന് ആ കണ്ട മനോഭാവത്തോടുകൂടെ സുവിശേഷവുമായി ശുശ്രൂഷയുമായി ജനത്തിന് മധ്യേ എങ്ങനെ നിന്നു, അതേ മനോഭാവത്തോടുകൂടെ ഈ നാൾ നമ്മുടെ സമൂഹത്തിൽ അതേ സുവിശേഷവുമായി നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവുമായി വിശ്വയോട് നിന്നാൽ അനേക കുടുംബങ്ങളെ അസന്തുലിതാവസ്ഥ മാറി, വ്യക്തികളിലെ അസമാധാനം മാറി, യേശു ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളിലേക്കും പ്രദാനം ചെയ്ത്, യേശു ക്രിസ്തുവിന്റെ സന്തോഷം പ്രദാനം ചെയ്ത് അവരെ അള്ളിടയിൽ ഉണ്ടാകും ഒരു ദൈവ നിലയിൽ സമാധാനം ഉണ്ടാക്കുന്ന ദൈവോത്തന്മാരായി മാറുവാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം, ഒരുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.